വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്തെത്താനായി. അപ്പൊ ഓരോ പാഠഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആഹാ എന്ത് സ്വാദ് എന്നുള്ള ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനില്ലേ? ആ പാഠഭാഗത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വാദുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, രുചിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പലതരം ഭക്ഷണങ്ങളുണ്ട് അല്ലെ. ഓരോ ഭക്ഷണത്തിനും എന്തായിരിക്കും? ഓരോ തരത്തിലുള്ള രുചിയായിരിക്കും. ഇവിടെ ടീച്ചർ കുറേ ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ. ഇതിൽ പല ആളുകൾക്കും ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കഴിച്ചത് തന്നെയായിരിക്കും. ചില ആളുകൾ ചിലതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അല്ലെ, ഒരുവിധം നമ്മുടെയൊക്കെ അടുക്കളയിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവയ്ക്ക് തന്നെ എന്താണ്? ഓരോ തരത്തിലുള്ള രുചി ആണ്. ഇവിടെ നോക്കിക്കേ നിങ്ങള്. ഇവിടെ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? മാമ്പഴം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കിക്കേ, ചക്ക കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബ്ലൂബെറി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്ട്രോബെറി കാണാൻ പറ്റുന്നുണ്ട്. ഈന്തപ്പഴം, ഓറഞ്ച്, പപ്പായ, അവക്കാഡോ. ഈ കൂട്ടുകാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലെ, ഈ കൂട്ടുകാരെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇവരൊക്കെ എന്താണ്? ദാ ടീച്ചർ ഈ ബോക്സിലാക്കിയ ആളുകളെ അല്ലെ. എന്തിലാക്കിയിരിക്കുന്ന ആളുകളാ? ഈ ബോക്സിലാക്കിയിരിക്കുന്ന ആളുകൾ. ഈ ബോക്സിലാക്കിയിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ഇവരെന്താണ്? പഴവർഗ്ഗങ്ങളാണ് അല്ലെ. എന്താണ്? പഴങ്ങളാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്? നല്ല മധുരം ഉണ്ടാവും അല്ലേ അവയ്ക്ക്. ഇനി അതേസമയം ഇവിടെ നോക്കിക്കേ, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, പാലക്ക്, പച്ചപ്പട്ടാണി, ക്യാരറ്റ്, കിഴങ്ങ്, തക്കാളി, കൂണ്. ഇതൊക്കെ എന്താണ്? ദാ ഈ ബോക്സിലാക്കിയിരിക്കുന്ന ആളുകൾ അല്ലെ. ഇതാ നോക്കിക്കേ, സാലഡ് ഉണ്ട്, മുരിങ്ങയിലയുണ്ട്, പച്ചമുളകുണ്ട്, കൈതച്ചക്കയുണ്ട് അല്ലെ. അപ്പൊ കൈതച്ചക്ക എന്ത് തന്നെയാ? ഫ്രൂട്ട് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് അതിനെയും കൂടെ എന്ത് ചെയ്യാം? ഈ വട്ടത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി കൂട്ടത്തിൽ വട്ടത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാള് കൂടെ ഉണ്ട് കേട്ടോ. ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാണ്? ദാ ചെറുനാരങ്ങയുണ്ട് അല്ലെ. ചെറുനാരങ്ങയുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താണ്? പഴങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് മിസ് ഇവരെ എല്ലാവരെയും എന്ത് ചെയ്തിരിക്കുന്നത്? എല്ലാവരെയും പഴങ്ങൾ എന്നുള്ള രീതിയിൽ റെഡ് കളറിൽ വെച്ചിരിക്കുന്നത് അല്ലെ. ബാക്കിയുള്ള കുറെ ആളുകൾ എന്താണ്? പച്ചക്കറികളുണ്ട്, അതോടൊപ്പം മുട്ടയുണ്ട്, ഇറച്ചിയുണ്ട് അല്ലെ. ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളാണ്. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആഹാരമാണല്ലോ സദ്യ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ വിഭവമായിരിക്കും അല്ലെ സദ്യ എന്ന് പറയുന്നത്. ഓണത്തിനൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ സദ്യയിലുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇലയിട്ടിട്ട് നമ്മൾ അതിൽ സദ്യയിൽ കുറച്ച് ചോറും കുറേ വിഭവങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാ സദ്യയിൽ ഉണ്ടാവാറ് എന്നുള്ളത് മക്കൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പലതരം വിഭവങ്ങള് നമ്മുടെ സദ്യയിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. ചോറാണ് ഏറ്റവും പ്രധാനം. ചോറിനോടൊപ്പം എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സാമ്പാർ ഉണ്ടാവും അല്ലെ. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. അപ്പൊ സാമ്പാർ ഉണ്ട്, പുളിശ്ശേരി ഉണ്ട് അല്ലെ. പൈനാപ്പിൾ കിച്ചടി ഉണ്ട്, ബീട്രൂട്ട് കിച്ചടികളുണ്ട്, അവിയൽ, തോരൻ, ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ചോറ്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മുളക് കൊണ്ടാട്ടം, സേമിയ പായസം. അപ്പൊ എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ടീച്ചർ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാ കൊടുത്തത്? ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടീച്ചർ ഇത് ഓരോന്നും എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സദ്യയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കൂട്ടുകാരെന്ത് എഴുതുക? സാമ്പാർ അല്ലെ. സാമ്പാർ എഴുതാൻ അറിയില്ലേ? ദാ ഇങ്ങനെയാണ് നമ്മൾ സാമ്പാർ എന്ന് എഴുതുക അല്ലെ. അപ്പൊ എഴുതാൻ ബുദ്ധിമുട്ടില്ല എന്ന് ടീച്ചർ വിചാരിക്കുന്നു. എഴുതാൻ അറിയാത്തവർ പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം വീണ്ടും കാണാം. Until then, bye bye.